ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഇപ്പോൾ നല്ല മഴയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും മഴയാണ്. അപ്പം മഴക്കാലമായെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മഴ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളിലോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ വളരെ അവഗണിക്കുന്നതും എന്നാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിക്കുന്നതുമായ ഒരു ഭാഗമാണ് നമ്മുടെ കാലുകൾ. അപ്പം ആ കാലുകളെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായി ഞാൻ എൻ്റെ കാലൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു ബേസിൻ എടുത്തിട്ടുണ്ട്. ബേസിൻ ഇല്ലെങ്കിൽ ബക്കറ്റ് ആയാലും മതി. അതിലേക്ക് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4-5 ഡ്രോപ്സ് ഷാംപൂ ഇട്ട് കൊടുക്കണം. അത് ഏത് ഷാമ്പു ആയാലും മതി. നമ്മൾ തലയിൽ തേക്കുന്ന മൈൽഡ് ഷാമ്പു പോലത്തെ എന്ത് ഷാമ്പു ആയാലും മതി. നമ്മൾ അതിനകത്തേക്ക് ഒരു 4-5 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലേക്കുന്ന നാരങ്ങ ഇച്ചിരി ഡ്രൈ ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നാരങ്ങ നീക്കി വെച്ച് അതിൻ്റെ നീരെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ നാരങ്ങയുടെ 2 ഇതും ഞാനെടുത്ത് നീരെടുത്തു. അതിനുശേഷം ഇനിയിപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പെന്ന് പറയുന്നത് നമ്മുടെ കാലിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ ഉപ്പുപൊടിയാണ് ഇടാൻ പോകുന്നത്. ഇത് നമ്മുടെ കാലിലെ നീർക്കെട്ടിനെ കുറയ്ക്കാൻ ഉപ്പ് വളരെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ ഇളക്കി തരാനും നമ്മുടെ കാലിലെ അഴുക്കുകൾ നീക്കം ചെയ്യാനും ഒക്കെ ഈ ഉപ്പിന് നല്ല കഴിവുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഈ ഉപ്പുവെള്ളവും ഉപ്പുപൊടിയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാല് മുക്കി വെക്കണം. കാലൊരു 10 മിനിറ്റ് സമയമെങ്കിലും നമ്മൾ ഈ വെള്ളത്തിലേക്ക് മുക്കി വെക്കണം. ഇളം ചൂടുവെള്ളവും കൂടെ ആയതുകൊണ്ട് നമുക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖം തന്നെയാണ്. പിന്നെ നമ്മുടെ കാല് നന്നായിട്ട് മുങ്ങിയിട്ടില്ലെങ്കിൽ, പാദം മുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അത് അങ്ങനെ കാലിന്ന് നന്നായിട്ട് നനയ്ക്കണം. എങ്കിലേ നമ്മുടെ കാലിലെ അഴുക്കുകളൊക്കെ ഇറങ്ങത്തുള്ളൂ. ഉപ്പിനെ നന്നായിട്ട് അഴുക്ക് കളയാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് നമ്മളിത് ഇനിയിപ്പം നമ്മുടെ ആ സ്റ്റോൺ വെച്ചൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കാല് വെളുത്ത് കിട്ടും. നമ്മളിപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ചിട്ട് 10 മിനിറ്റായി. ഇനിയിപ്പം നമുക്ക് കാല് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായി. ഇനിയിപ്പോൾ അതിനകത്ത് കിടക്കുന്ന നാരങ്ങ തൊണ്ട് വെച്ച് നമുക്ക് കാലിലെ അഴുക്കൊന്ന് ഉരച്ച് കളയാം. കാലിലെ നഖത്തിൻ്റെയും അതുപോലെ നമ്മുടെ പാദത്തിൻ്റെ പുറത്തും ഉപ്പൂറ്റി പാദത്തിൻ്റെ അകം അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമ്മളിത് നന്നായിട്ട് ഒന്ന് ഉരച്ച് ഒരു ചെറു മസാജിങ് മാതിരി നമ്മൾ കൊടുക്കണം. നമ്മുടെ ഈ നാരങ്ങയുടെ തോട് വെച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കാലിനകത്തുള്ള അഴുക്കുകളും നന്നായിട്ട് മാറിക്കിട്ടും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാലിന്ന് നന്നായിട്ട് കുതിർന്നാണ് ഇരിക്കുന്നത്. ഉപ്പൂറ്റി എന്നൊക്കെ പറയുന്നത് നല്ല ഹാർഡാണല്ലോ. അപ്പം അതൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് വെച്ചൊന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ മാറിക്കിട്ടും. നഖങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ ഉരച്ച് കഴുകണം. നഖത്തിൻ്റെ അടിയിലുമൊക്കെ നന്നായിട്ട് അഴുക്കുകളുമാണ്. ഈ സൈഡിൽ ഇപ്പോഴത്തെ പൊടിയാണല്ലോ, പൊടിയെല്ലാം നമ്മുടെ കാലിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ ഇപ്പം ഇത് മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം. എല്ലാ ആഴ്ചയിലും ചെയ്താൽ അത്രയും നല്ലതാണ്. പിന്നെ സമയക്കുറവുള്ളവരാണെങ്കിൽ മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മളിത് ചൂടുവെള്ളത്തിലോട്ട് കാല് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നെയിൽ പോളിഷ് ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. ഞാൻ എൻ്റെ റിമൂവ് ചെയ്തിട്ടായിരുന്നു വെച്ചിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ നന്നായിട്ട് ഇത് ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ഒരു 10 മിനിറ്റ് എന്തായാലും ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. ഇളം ചൂടുവെള്ളം തന്നെയാണ് ഈ അഴുക്ക് ഇളകി പോകാനൊക്കെ വളരെ നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് നാരങ്ങാത്തോട് കൊണ്ടുള്ള മസാജിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കാലിനുണ്ടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു ബ്രഷ് കൊണ്ട് നമ്മുടെ കാലിലെ ഈ നഖങ്ങളിലേക്ക് അഴുക്ക് നമുക്ക് കളയാം. ഇതാണ് എൻ്റെ കയ്യിലെ ബ്രഷ്. ഇതെന്ന് പറയുന്നത് നല്ല ഹാർഡാണ് ഈ ബ്രഷിൻ്റെ ഈ ഭാഗം. ഇത് നമുക്ക് നമ്മുടെ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ കളയാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഈ ബ്രഷിൽ ഒരു പ്യൂമിക് സ്റ്റോൺ ഉണ്ട്. നമ്മുടെ ഉപ്പൂറ്റിയിലൊക്കെ അഴുക്കുകൾ നന്നായിട്ട് ഉരച്ച് കളയാൻ ഇത് വളരെയധികം നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ ഈ സ്റ്റീൽ പോലത്തെ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പാദത്തിൻ്റെ പുറമേയും അതുപോലെ പാദത്തിനകത്തുമൊക്കെ വൃത്തിയാക്കുന്നതിന് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നതാണിത്. അപ്പം ഇത് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന
ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പല്ല് തേച്ച് കളയുന്ന ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അതായാലും മതി. അതും നമുക്ക് നമ്മുടെ നഖത്തിൻ്റെയൊക്കെ അഴുക്ക് കളയാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം അല്ലാതെ പിന്നെ കാലിലെ ഉപ്പൂറ്റിയുടെ ആണെങ്കിലും നമുക്ക് ഹാർഡായിട്ടുള്ള കല്ലിലോ വല്ലോ ഉരച്ച് അങ്ങനെ അതും അഴുക്ക് കളയാവുന്നതാണ്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ ബ്രഷിൽ കുറച്ച് പേസ്റ്റ് തേക്കാൻ പോവുകയാണ്. കാരണം നമ്മുടെ കാലിൻ്റെ അഴുക്ക് കളയാനും അതുപോലെ തന്നെ നമ്മുടെ കാലിന് നല്ല നിറം കിട്ടാനും ഒക്കെ ഈ പേസ്റ്റ് വളരെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഞാൻ നഖത്തിലെ അഴുക്ക് കളയാനും അതുപോലെ പാദത്തിലെ അഴുക്ക് കളയാനും ഒക്കെ ഈ പേസ്റ്റ് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ്. നഖത്തിൻ്റെ ഇടയിലുള്ള സൈഡിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ഓരോ നഖങ്ങളും ഇങ്ങനെ പിടിച്ച് വെച്ച് നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഇടയിലുള്ളതൊക്കെ അഴുക്കുകളെ കളയണം. അതുപോലെ നമ്മുടെ കാലും നന്നായിട്ട് വൃത്തിയാക്കാം ഈ പേസ്റ്റ് വെച്ച്. ഞാനിപ്പോൾ എൻ്റെ 2 കാലുകളും ഈ ബ്രഷ് വെച്ച് വൃത്തിയാക്കുവാണ്. കാലിലെ നഖങ്ങളെല്ലാം നന്നായിട്ട് ആ ബ്രഷ് വെച്ച് ഉരച്ച് കഴുകുകയാണ്. എങ്കിലേ ആ നന്നായിട്ടൊന്ന് അമർത്തി ഉരച്ച് കളഞ്ഞെങ്കിലേ അതിനകത്തുള്ള അഴുക്കുകളൊക്കെ പോകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പാദത്തിൻ്റെ പുറമേ ആണെങ്കിലും ഉപ്പൂറ്റിയാണെങ്കിലും പാദത്തിൻ്റെ അകം അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമ്മളിത് ഉരച്ച് തേക്കണം. പിന്നെ നമ്മൾ ഈ പാദത്തിൻ്റെ ഉപ്പൂറ്റിയിലെ പിമ്മി സ്റ്റോണും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ല ഷാർപ്പായതുകൊണ്ട് ആ ബ്രഷിട്ട് നമ്മൾ കാല് മൊത്തം അകവും പുറവും എല്ലാം നന്നായിട്ട് ഉരച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് അഴുക്കുകളൊക്കെ പോകുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ കാല് ആ ചൂടുവെള്ളത്തിൽ വെച്ച് നന്നായിട്ട് അഴുക്കെല്ലാം മാറി ഇപ്പോൾ നല്ല വൃത്തിയായി. അത് നമുക്ക് കാണാൻ അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റി ഉരയ്ക്കണം. അതിനായിട്ട് എൻ്റെ കയ്യിൽ പ്യൂം സ്റ്റോൺ ഉണ്ട്, അത് വെച്ചാണ് ഞാൻ ഉരയ്ക്കുന്നത്. ഇത് നമ്മുടെ ഈ കാലിലുള്ള ഡെഡ് നമ്മുടെ സ്കിന്നുകളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇത് ഉപ്പൂറ്റി എന്ന് പറയുന്നത് ഇച്ചിരി ഹാർഡായതുകൊണ്ട് നമ്മൾ ഇത്തിരി കട്ടിയില്ലാതെ ഉരയ്ക്കണം. പക്ഷെ എന്നാലും ഇത്രയും നേരം വെള്ളത്തിൽ കിടന്ന് കാലിൻ്റെ അഴുക്കുകളെല്ലാം കുതിർന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒരു കല്ലിൽ ഇട്ട് ഉരച്ചാലും മതി, നമുക്കത് കാല് വൃത്തിയാകും. അപ്പോൾ ഈ ചെറു ചൂടുവെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആ കാലിലെ അഴുക്കുകളൊക്കെ ഇത്രയും പെട്ടെന്ന് ഇറങ്ങുകയും പിന്നെ അതുപോലെ ഉപ്പൂറ്റിയൊക്കെ നല്ല നമ്മുടെ അഴുക്കുകളെല്ലാം മാറ്റി തന്നത്. ഇപ്പോൾ നമ്മുടെ കാല് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡെഡ് സ്കിന്നെല്ലാം മാറി നല്ല വൃത്തിയാവുകയും ചെയ്തു. ബ്രഷ് വെച്ച് കാല് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നഖത്തിലെ അഴുക്കുകളൊക്കെ കളയണം. അതിനായിട്ട് ഞാൻ പെഡിക്യൂർ സെറ്റ് മേടിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നതാണ് ഈ പിന്ന്. ഇത് വെച്ച് നമുക്ക് നമ്മുടെ നഖത്തിൻ്റെ അടിയിലെയും നഖത്തിന് ചുറ്റുവട്ടത്തുമുള്ള എല്ലാ അഴുക്കുകളും നമുക്ക് ഇതുപോലെ കുത്തിക്കളയാവുന്നതാണ്. ഇതിപ്പോൾ ഇല്ലാത്തവർ നമുക്ക് കുട്ടികളുടെ സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡ് വെച്ച് അതിൻ്റെ അറ്റം വെച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചോ ഒക്കെ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഇറുക്കിലെടുത്തും ചെയ്യാം. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടും കൂടിയും അതുപോലെ ക്ഷമയോടും കൂടി വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ ഇത് കുത്തിക്കയറാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ തന്നെയല്ല, ഇത് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നഖത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടും. നമ്മുടെ ഈ നഖത്തിന് ചുറ്റുവട്ടത്തും ഒക്കെ നല്ല അഴുക്കുകളെല്ലാം മാറി നല്ല വൃത്തിയായിട്ടിരിക്കും. ഈ അഴുക്കുകൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ കുഴിനഖമൊക്കെ ഉണ്ടാകത്തില്ലേ, അതിങ്ങനെ അഴുക്കുകൾ കയറിയിരിക്കുന്നുണ്ടാണ്. ഇതുകൊണ്ട് ഇത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിത് എല്ലാ അഴുക്കുകളും കളഞ്ഞ് നല്ല വൃത്തിയാക്കണം. ഇതിപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെച്ചതുകൊണ്ട് നമ്മുടെ കാലിലെ അഴുക്കുകളൊക്കെ കുതിർന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം. ഒരു അത്ര ശക്തിയായിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ഇതും പെഡിക്യൂർ പാക്കറ്റുള്ളതാണ്. ഇത് വെച്ച് നമുക്ക് നഖത്തിനെ നന്നായിട്ട് മിനുസപ്പെടുത്താൻ പറ്റും. നമ്മൾ നഖം നെയിൽ കട്ടർ വെച്ച് കട്ട് ചെയ്തായിരുന്നു. ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കാലിലിപ്പം നഖമൊന്നും ഇല്ലാത്തത്. ഇനിയിപ്പോൾ ഈ നഖം വെട്ടി കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ റഫായിട്ടിരിക്കുമല്ലോ, അതിനെ നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് നല്ല റൗണ്ട് ഷേപ്പിലാക്കാനും നമുക്ക് അതുപോലെ തന്നെ നല്ല മിനുസപ്പെടുത്താനും സാധിക്കും. ഇപ്പോൾ കാലിലെ അഴുക്കുകളെല്ലാം വിശേഷം മാറി നമ്മൾ പേസ്റ്റ് ഇട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രബ് ചെയ്തും എല്ലാം ശേഷം നമ്മുടെ കാലിലെ അഴുക്കുകളെല്ലാം നന്നായിട്ട് കളഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിലെ ആണെങ്കിലും അഴുക്കുകളും എല്ലാം നമ്മൾ കളഞ്ഞതിന് ശേഷം
ഇപ്പോൾ നമ്മൾ ഒരു നല്ല വെള്ളത്തിൽ നമ്മൾ കാലി കഴുകി വൃത്തിയായതിന് ശേഷം ഒരു ടൗൽ വെച്ച് നമ്മൾ ഒപ്പിയെടുക്കണം. നമ്മുടെ രണ്ട് കാലുകളും ആ വെള്ളത്തിൽ നിന്നും എടുത്ത് ഞാനിപ്പോൾ ഒരു ടർക്കി കൊണ്ട് തുടയ്ക്കാൻ പോവുകയാണ്. കാലിലെ ഈർപ്പം നന്നായിട്ട് തുടയ്ക്കണം. ഇപ്പോൾ നമ്മുടെ കാലിലെ അഴുക്കുകളെല്ലാം പൂർണ്ണമായിട്ടും മാറി. ഇപ്പോൾ എൻ്റെ കാല് കണ്ടോ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. നമ്മൾ ഒരു പാർലറിൽ പോയി ചെയ്യുന്നതിന് തുല്യമായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പാർലറിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പൈസ മുടക്കണ്ടേ. ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് കലി കിട്ടി. നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് 1 സ്പൂൺ പഞ്ചസാരയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലേക്ക് ഞാൻ അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞെടുക്കുകയാണ്. അരമുറി നാരങ്ങയുടെ നീരും കൂടി ആ പഞ്ചസാരയിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ പഞ്ചസാരയും നാരങ്ങ നീരിലേക്കും നമുക്ക് കാപ്പിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയാണ് ഇടുന്നത്. അത് 2 രൂപയുടെ കാപ്പിപ്പൊടിയാണത്. അതിനുശേഷം ഇത് നമുക്ക് മിക്സ് ചെയ്യണം. നന്നായി കട്ടയില്ലാതെ കാപ്പിപ്പൊടി മിക്സ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അലിയിപ്പിക്കണം. അതിനുശേഷം നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് ഒരുപാട് നല്ലതാണ്. നമുക്ക് നല്ല വെളുത്ത നിറം കിട്ടാനും, നമ്മൾ നേരത്തെ മുഖത്ത് കാപ്പിപ്പൊടി കൊണ്ട് നമ്മൾ ഇത് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് മുഖത്തിനാണേലും കാലിനും കൈകൾക്കുമെല്ലാം നമുക്ക് കാപ്പിപ്പൊടി വളരെ നല്ലതാണ്. നല്ല നിറം കിട്ടാൻ വളരെ പ്രയോജനമുള്ളതാണ്. അപ്പം നമുക്ക് സ്ക്രബ്ബർ എന്ന് പറയുന്നത് പഞ്ചസാര, അത് നല്ല തരിയുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് ആ പഞ്ചസാര വെച്ച് നമുക്ക് നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റും. പിന്നെ പഞ്ചസാര ഒരുപാട് വലിയ പഞ്ചസാര നമുക്ക് മുഖത്ത് ചെയ്യുന്നത്, നമ്മുടെ മുഖത്തെ സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വലിയ തരിയുള്ള പഞ്ചസാര മുഖത്തോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാലിലാകുമ്പോഴേ നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ പഞ്ചസാര നല്ലതാണ്. അത് നല്ലൊരു സ്ക്രബ്ബറാണ് പഞ്ചസാര. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്ന് കഴിയുമ്പോൾ കാലിന് നല്ല നിറം കിട്ടും. നാരങ്ങാനീരും അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങൾ. അപ്പം നാരങ്ങാനീരും പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി നമ്മളൊരു 3-4 മിനിറ്റ് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കാല് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ വിരലുകളാണെങ്കിലും നമ്മൾ ഓരോ വിരലുകളിലും നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ വലിച്ച് കുടയണം. ഇതൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷന് നല്ലതാണ്. ഇത്രയും നേരം ഒരു 3-4 മിനിറ്റാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഇത്രയും നേരം ചെയ്തപ്പോൾ തന്നെ കാലിനൊക്കെ നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇപ്പം കാല് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു കപ്പിൽ വെള്ളമെടുത്തൊന്ന് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് വെള്ളം ചേർത്തൊന്ന് തുടച്ച് കൊടുക്കാം. 2 കാലിലും അങ്ങനെ തന്നെ ചെയ്യണം. പക്ഷേ ഇപ്പം ഈ 4 മിനിറ്റ് മസാജ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ കാലിന് ഭയങ്കര മാറ്റമാണുള്ളത്. കാപ്പിപ്പൊടി ഒരു അത്ഭുതം മരുന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്ക്, കാലുകൾ നല്ല വെളുത്ത്, ഇപ്പം തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ. നിങ്ങൾക്കും ഇത് കണ്ടിട്ട് ആദ്യം ഞാൻ ചെയ്തപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ എൻ്റെ കാല്. ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് തന്നെ ചെയ്തു നോക്കണം. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ സ്ക്രബ് ചെയ്യാനും ഒന്നും നമ്മളത്ര ശക്തിയൊന്നും പിടിക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മളിത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു പാർലറിൽ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് ചിലവുണ്ടാകുന്നത്. ഇത് നമുക്ക് വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ അധികം ചിലവില്ലാതെ നമുക്ക് നമ്മുടെ കാല് പെഡിക്യൂർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ ചെയ്തു നോക്കണം. ഇനിയിപ്പോൾ ഈ ഈർപ്പം നന്നായിട്ട് നമ്മൾ തുടച്ച് കളഞ്ഞ് നമ്മളൊരു ടർക്കി കൊണ്ട് നന്നായിട്ട് നമ്മുടെ കാലിനെ നല്ല ഉണക്കിയെടുക്കുക. ഉപ്പൂറ്റിയിലൊക്കെ നല്ല തഴമ്പ് പോലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി നല്ല സോഫ്റ്റും നല്ല ബ്രൈറ്റുമാണിപ്പം കാല്. ഇത് നമ്മളിത്രയും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തത് കൊണ്ടാണ്. നമ്മളൊരു 4 മിനിറ്റ് ഇത് ചെയ്തതേ ഉള്ളൂ. നല്ല ഭംഗിയായി. ഇനിയിപ്പോൾ നമ്മൾ മസാജിങ് ചെയ്യാൻ പോവാണ്. ഇത്രയും നേരം നമ്മൾ കോഫി കൊണ്ട് സ്ക്രബ് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ ഓയിൽ കൊണ്ട് മസാജ് ചെയ്യാൻ പോകുന്നു. അതിനായിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വെളിച്ചെണ്ണ കൊണ്ടും ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാനൊരു വൈറ്റമിൻ ഇ ഗുളിക കൂടി ഒഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ഗുളിക നമ്മുടെ കാലുകൾക്ക് നിറം കിട്ടാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് ഈ ഒലിവ് ഓയിലോട്ടേക്ക് ഒഴിക്കുകയാണ്.
ഒലിവ് ഓയിലേക്ക് വൈറ്റമിൻ ഇ ഗുളികയുടെ ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3-4 തുള്ളി ഡ്രോപ്സ് ഉണ്ടത്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കാലിൽ തേച്ച് പിടിപ്പിക്കണം. കാലിൽ ഇത് ഈ ഓയിൽ വെച്ച് ഈ ഒലിവ് ഓയിലും നമ്മുടെ വൈറ്റമിൻ ഓയിലും കൂടി മിക്സ് ചെയ്ത് കാലിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗുണമാണ് കാലിന്. ഇനിയിപ്പോൾ ഇതിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിലും കോക്കനട്ട് ഓയിലും പറ്റാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. കാലിന് മസാജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗുണങ്ങളുണ്ടാകുന്നത്. കാലെന്ന് പറയുന്നത് നമ്മുടെ മുഖം പോലെ തന്നെ വളരെ നമുക്ക് പ്രധാനമുള്ളതാണ്. അപ്പം നമ്മൾ കാലിൽ ഓരോ വിരലുകളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാദത്തിൻ്റെ അകത്തുമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യണം. ബ്ലഡ് സർക്കുലേഷനും നന്നായിട്ടുണ്ടാകും. തന്നെയല്ല നമ്മുടെ മുഖം എന്ന് പറഞ്ഞാൽ അത്രയും ഡ്രൈ അല്ല, പക്ഷേ കാലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഈ മിക്സിങ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ വിരലുകളുടെ അതായത് നെയിലിനൊക്കെ വളർച്ചയ്ക്കൊക്കെ വളരെ സഹായിക്കുന്നതാണിത്, മസാജിങ്ങും എല്ലാം. അപ്പം നമ്മൾ നന്നായിട്ടത് മസാജ് ചെയ്ത് കൊടുക്കണം. കുറേ നേരം ഒരു 3-4 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പൂറ്റിയാണെങ്കിലും നമ്മുടെ അതെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാലിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമ്മുടെ ഇപ്പം തന്നെ നമ്മുടെ കാലിന് നല്ല ഒരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഈ ഓയിൽ തേച്ചപ്പോഴത്തേനും ഒന്ന് ഡിമ്മായ പോലെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ ഇത് നന്നായിട്ട് തുടച്ച് കഴിയുമ്പോഴത്തേനും നല്ല തെളിച്ചം തന്നെ കിട്ടും. നല്ല എന്താണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ കാലുകൾക്ക് അസുഖങ്ങൾ തന്നെ കുറേ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാലിന് നല്ല ആരോഗ്യവും നല്ല ഭംഗിയും സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ടാവും. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകിൽ കാല് ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുക്കുക. നമ്മുടെ കാലിൻ്റെ ഓയിൽ മസാജിങ്ങിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് കാലിലെ എണ്ണമയം നന്നായിട്ട് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു പാക്ക് ഇടണം. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് പാക്കാണ്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളാണ് കടലമാവ്. ഇത് കടലമാവ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ 1 സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ചന്ദനപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ 1 സ്പൂൺ ചന്ദനപ്പൊടി ഇട്ടു. ശേഷം നമ്മൾ നാരങ്ങാ നീര് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഇച്ചിരി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു അരമുറി നാരങ്ങ കൂടി നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നാരങ്ങാ നീര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇടുന്നത് കസ്തൂരി മഞ്ഞൾ ഇതാണ് മിൽക്ക് പൗഡർ. അത് നമ്മൾ ഒന്നുകിൽ പാലൊഴിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ നമുക്ക് ചേർക്കാം. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്നത് അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് പൗഡർ ചേർക്കുന്നത്. പിന്നെ അതിനുശേഷം കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിത് നന്നായിട്ട് ഈ 4 പൗഡറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളെടുത്ത എല്ലാ പൊടികളും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് കാലിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ പാക്ക് ഞാൻ കാലിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇടുമ്പോഴേ നല്ല കട്ടിയിലിടണം. ഇടുമ്പോഴേ നമ്മൾ പാദത്തിന് മുകളിൽ കൂടി ഇടണം. ഈ സൺടാൻ കൊണ്ട് നമ്മുടെ കളറൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാദത്തിന് മുകളിലോട്ടും കൂടി കയറ്റിയിടാൻ പറയുന്നത്. ഇത് 2 കാലിലും നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മുടെ 2 കാലിലും ഈ പാക്ക് ഞാൻ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെക്കണം. ഒരു 10-15 മിനിറ്റ് സമയം ഇത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ കാലുകൾ നന്നായിട്ട് ഉണങ്ങി. ഇനിയിപ്പോൾ നമുക്കത് ഒന്ന് കഴുകിയെടുക്കാം.
കാലിപ്പോൾ വളരെ വൃത്തിയായി. നമ്മുടെ കാലിലെ ഈർപ്പങ്ങൾ ഞാനൊരു ടർക്കി വെച്ച് നന്നായിട്ട് തുടയ്ക്കുവാണ്. ഇപ്പം തുടച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. നല്ല എന്താണ്, നന്നായിട്ട് കാലിലെ അഴുക്കെല്ലാം മാറി നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കാല്. അപ്പം ഇനിയിപ്പം നമുക്കിത് കാലിലേക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീം പുരട്ടി കൊടുക്കണം. ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം. എൻചാൻഡറിൻ്റെ ഇത് നല്ലതാണ്, ബോഡി ലോഷനാണ്. നമുക്ക് ഇത് പുരട്ടിയാലും മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാലിന് നല്ല ഒരു നല്ല ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നല്ല നീറ്റായിട്ടിരിക്കും. ഇപ്പോൾ നല്ല മാറ്റമാണ് കാലിനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നഖത്തിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമ്മൾ നെയിൽ പോളിഷ് ചെയ്യുക. അത് അപ്പോഴാണ് കാലിന് നല്ലൊരു ബ്രൈറ്റ്നെസ്, നല്ല ഒരു ഭംഗി കിട്ടുന്നത്. ഇനി അത് നമ്മുടെ 2 കാലിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ 2 കാലിലും നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.